ഇന്ന് നമുക്ക് മധുര ബൂന്തി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇത് കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടി പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു പലഹാരമാണ്. ഇതിനാവശ്യമായ ചേരുവകൾ എന്തൊക്കെയാണെന്ന് കാണാം. കടലപ്പൊടി 250 ഗ്രാം, പഞ്ചസാര 300 ഗ്രാം, ഏലക്കാപ്പൊടി 1/2 ടീസ്പൂൺ, വറുക്കുവാൻ ആവശ്യമായ വെജിറ്റബിൾ ഓയിൽ, മാവ് കുഴയ്ക്കാൻ ആവശ്യമായ വെള്ളം. ഇനി ഇതിൻ്റെ മാവ് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഒരു പാത്രത്തിലേക്ക് 250 ഗ്രാം കടലപ്പൊടി ഇട്ട് ആവശ്യമായ വെള്ളം ഒഴിച്ച് ദോശമാവിൻ്റെ പരുവത്തിൽ കട്ടയില്ലാതെ കലക്കിയെടുക്കുക. ഇതാണ് ബൂന്തി മാവിൻ്റെ പാകം. ഇനി ബൂന്തി വറുത്തെടുക്കാം. അതിനുവേണ്ടി അടുപ്പിൽ ചീനച്ചട്ടി വെച്ച് ചൂടാകുമ്പോൾ വറുക്കുവാൻ ആവശ്യമായ ഓയിൽ ഒഴിച്ചു കൊടുക്കണം. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് കണ്ണാപ്പ ഉപയോഗിച്ച് ബൂന്തി മാവ് കോരി ഒഴിക്കാം. അതിനുശേഷം തീ കുറച്ച് വയ്ക്കണം. ബൂന്തി ഇടയ്ക്കിടെ ഇളക്കി കൊടുത്ത് മൊരിയുമ്പോൾ കോരിയെടുക്കണം. അതിനുശേഷം പഞ്ചസാര പാവ് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനായി പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് പഞ്ചസാര ചേർത്ത് പഞ്ചസാര അലിയാൻ ആവശ്യമായ വെള്ളം ഒഴിച്ച് ഇളക്കി കൊടുക്കണം. അതിനുശേഷം തീ കുറച്ച് കൊടുക്കണം. തീ കൂടുകയാണെങ്കിൽ പെട്ടെന്ന് വെള്ളം വറ്റിപ്പോകും. അതുകൊണ്ട് പഞ്ചസാര പാവ് കാച്ചുമ്പോൾ എപ്പോഴും തീ കുറച്ച് വയ്ക്കണം. ഇനി പഞ്ചസാര തിളച്ച് വരുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഒരു നൂൽ പാകമാകുന്നതുവരെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഒരു നൂൽ പാകമായതിനു ശേഷം അതിലേക്ക് വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന ബൂന്തി ചേർത്ത് കൊടുക്കുക. ശേഷം നല്ലതുപോലെ യോജിപ്പിക്കുക. പഞ്ചസാരപ്പാവ് എല്ലായിടത്തും പിടിച്ചതിന് ശേഷം കിലുകില ശബ്ദം കേൾക്കുമ്പോൾ തീ ഓഫ് ചെയ്ത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന മധുര ബൂന്തി തയ്യാറായി. ഇത് വളരെ നാൾ കേടുകൂടാതെ സൂക്ഷിച്ചു വയ്ക്കാൻ പറ്റും. നിങ്ങളും ഇത് ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ.